എല്ലാവർക്കും നമസ്കാരം. ഫേസ്ബുക്കിലൊക്കെ ഇടയ്ക്ക് വീഡിയോസ് ഇടുന്നതുകൊണ്ട് നമുക്ക് അയർലൻഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് വരുമ്പോൾ അല്ലെ എന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പോൾ ആൾക്കാർ ഇവിടെ ആരോടും കോൺടാക്ട് ചെയ്യാൻ ഇല്ലാത്തവരാണെങ്കിൽ അവർ നമ്മളോട് പ്രത്യേകിച്ച് മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കും, ബ്രോ ഇതുപോലെ ഒരു ന്യൂസ് കേട്ട് എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ഷെയർ ചെയ്യും. അറിയത്തില്ലാത്തതാണ് അവരോട് പറഞ്ഞ് ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറയും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ എന്നോട് ഒരു മാസം മുമ്പേ എന്നോട് ഒന്ന് രണ്ട് പേര് ഒരു കാര്യം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ വിട്ടു. പക്ഷെ അതിനുശേഷം ഇപ്പൊ പലപ്പോഴായിട്ട് പലരും ഇങ്ങനെ റിപ്പീറ്റ് ചോദിക്കുന്നതായിട്ട് ചോദിച്ച വിഷയം ഇതൊന്നുമല്ല. അയർലൻഡിലേക്കുള്ള ഫാമിലിയെ കൊണ്ട്, പ്രത്യേകിച്ച് ഇവിടെ ക്രിട്ടിക്കൽ സ്കില്ലുള്ളവർ നേഴ്സുമായിട്ടുള്ളവരാണല്ലോ കൂടുതലും ഡിപ്പെൻഡന്റിനെ കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വിസയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വിസ കിട്ടാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ഇങ്ങനെ അന്വേഷിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ അറിവിലില്ല, ഞാൻ അന്വേഷിച്ച് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ ഗവൺമെന്റിന്റെ പല സൈറ്റുകളും കയറിയപ്പോൾ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉള്ളതായിട്ടോ അങ്ങനെ എന്തെങ്കിലും നിയന്ത്രണമുള്ളതായിട്ട് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നാട്ടിൽ ഇതുപോലെ വിസയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തു തരാൻ വേണ്ടി, അതുപോലെ ഡോക്യുമെന്റേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസികളുണ്ട്. ഞാൻ അങ്ങനെയുള്ള 2-3 പേരെയും കോൺടാക്ട് ചെയ്തപ്പോൾ അവർക്കും അങ്ങനെ ഇൻഫർമേഷൻ ഇല്ല. പക്ഷേ ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രം മാത്രമാണ്. നമ്മൾ വിസയ്ക്ക് കൊടുത്തു കഴിയുമ്പോൾ ഒരു 6 മാസം ഒക്കെ അല്ലെങ്കിൽ 5+ months എന്തായാലും എടുക്കുന്നുണ്ട്, ഡിലേ ആകുന്നത്. അതിന്റെ കാരണമൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ഒരുപക്ഷെ സ്റ്റുഡൻസ് ഇൻടേക്ക് കാരണമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റാഫ് ഷോർട്ടേജ് കൊണ്ടായിരിക്കാം, അങ്ങനെയൊക്കെ അതൊന്നും പറയാം. പക്ഷേ ഇന്ന കാലം കൊണ്ടൊന്നും പറയുന്നില്ല. നമ്മൾ ഒരു 3-4 വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ വിസയ്ക്കൊക്കെ നമ്മൾ ഡിപ്പെൻഡന്റ് വിസയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 months അല്ലെ 4 months ഒക്കെ എടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു 2020 ഞാനിവിടെ വന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വിസ എടുക്കുമ്പോൾ തന്നെ 3 മാസം എന്നൊക്കെയാണ് അവർ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കൊരു 25 ദിവസം കൊണ്ട് കിട്ടി. അതിനുശേഷം 15 ദിവസം കിട്ടിയവരുണ്ട്. പിന്നെ അത് കോമൺ ആയിട്ട് നടന്നു. പിന്നെ അത് കുറച്ച് ഡിലേ ആയി. ഇപ്പൊ അതുപോലെ ഒരു പക്ഷേ ആ ഒരു ചില സമയത്ത് സംഭവിക്കുന്നതായിരിക്കാം. അല്ലാതെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നിയന്ത്രണം ഉള്ളതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പ്രോബ്ലം ആയിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന അപ്പോയിന്റ്മെന്റിൽ എത്രയും വേഗം അപ്പോയിന്റ്മെന്റ് എടുക്കുക. നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് പ്രോപ്പറായിട്ട് അത് പറഞ്ഞിരിക്കുന്ന ഓർഡറിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും അവരോട് വീണ്ടും ഒരു ഇന്നത് വേണം, ഡോക്യുമെന്റ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ഒരു അവസരം വരാതിരിക്കാൻ മാത്രം ശ്രദ്ധിക്കുക. അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നമുക്ക് എവിടെയും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇൻ കേസ് ആർക്കെങ്കിലും അതുമായിട്ട് എന്തെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻ അപ്ഡേറ്റ് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ലിങ്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കമന്റ് ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്ന അനേകർക്ക് ഒരു ആശ്വാസമായിരിക്കും. അപ്പം ഇത്ര മാത്രമേ പറയാനുള്ളൂ. വിസയുടെ ഡിലേ വരുന്നത്, അതായത് ഡിപ്പെൻഡന്റ് വിസയ്ക്ക് വേണ്ടി വിളിച്ചു കഴിയുമ്പോൾ ഡിലേ വരുന്നത് അങ്ങനെ ഗവൺമെന്റ് ഭാഗത്തുനിന്നുള്ള ഒരു പ്രോപ്പർ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഉള്ളതായിട്ടൊന്നും നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് അറിയില്ല. അതുകൊണ്ട് ആരും പാനിക് ആയിരിക്കുക. അപ്പോൾ എത്രയും വേഗം ഇതെല്ലാം ഈസി ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക്